നിങ്ങൾക്ക് കാർഗിലിനെ പറ്റി അറിയാമായിരിക്കും. നമ്മുടെ 540ഓളം ജവാന്മാരാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കൊടുത്തത്, ഈ മഹാരാജ്യത്തിന് വേണ്ടി. അതേപോലെ ഏകദേശം 1700ഓളം ജവാന്മാരാണ് ഇഞ്ചുവേർഡ് ആയത്. ഇപ്പം കാർഗിൽ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ ജവാന്മാർ പല ആൾക്കാരും ജീവിച്ചിട്ടുള്ള പല ആൾക്കാരും ഇഞ്ചുവേർഡ് ആയിട്ടുള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തിൽ അസംബിൾ ചെയ്യാറുണ്ട്. അവരുടെ ആ കാര്യങ്ങൾ, ഇഞ്ചുറി ഉണ്ടായ സംഭവം, അവരുടെ യൂണിറ്റും റെജിമെൻറ്റും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് അവിടെ വെച്ച് ഒരു പ്രാവശ്യം വിവരിക്കുന്ന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. കാരണം രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്ര സേവനം നടത്തി ഇഞ്ചുറി ആയവരാണ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഹരിയാനയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാർഗിലുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഹരിയാന റിപ്പോർട്ടിങ്ങുമായിട്ട് പോകുമ്പോൾ ഈ ജവാന്മാരുടെ ശവശരീരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ വില്ലേജുകളിൽ, അപ്പം അവിടെയൊക്കെ കണ്ടൊരു രാഷ്ട്രസ്നേഹമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാരാജ്യത്തെ പറ്റി സൂടാപ്പികൾക്കും ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും അറിയത്തൊന്നുമില്ല. അവിടെ ചെന്നേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത് നേരിട്ട് കണ്ട അനുഭവമുണ്ട്. കാരണം അപ്പോഴും അവരുടെ കുടുംബത്തിന് അതിലൊക്കെ പങ്കെടുത്ത് അവർ തന്നെ ജയ് ഹിന്ദും ഭാരത് മാതാക്കി ജയ് പറയുന്നതും ഇന്ത്യയുടെ കൂടാണ് അവർ നിൽക്കുന്നത്. ഇന്ത്യയെ തൊടാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഗൂസപ്പ് സോർ. അപ്പം ആ രീതി കണ്ട ഒരാൾ കൂടിയാണ്. അതായത് ആ സമയത്ത് പറയാനുണ്ടായ കാരണം, അപ്പോൾ അതിന് പേ ബാക്ക് എന്നൊരു സംഭവമുണ്ട്, തിരിച്ചു കൊടുക്കുക. അതായത് എങ്ങനെ തിരിച്ചു കൊടുക്കും? ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അതിനുശേഷം ഇന്ത്യ ഭരിച്ചു, അവരൊന്നും തിരിച്ചു കൊടുത്തില്ല. അതേപോലെ ഇന്ത്യയിൽ എല്ലായിടത്തും ബോംബുകൾ പൊട്ടി. അതായത് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഡൽഹി സിറ്റിയിൽ എത്രയോ ബോംബുകളാണ് സ്ട്രീറ്റുകൾ പൊട്ടുന്നത്. അത് ചെയ്തവന്മാർ, കോൺസ്പിറസി നടത്തിയവരൊക്കെ വളരെ രാജാവായിട്ട് പാകിസ്ഥാനിൽ പോയി കഴിയുന്നു, ചിലർ കാനഡയിൽ പോയി കഴിയുന്നു, ചിലർ മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിയുന്നു. അവർക്കും പേ ബാക്ക് കൊടുത്തു, തിരിച്ചടി. എങ്ങനെ തിരിച്ചടി കൊടുത്തു? അജ്ഞാതൻ. അതായത് ഇപ്പം 2 ദിവസം മുമ്പ് മറ്റൊരു അജ്ഞാതൻ, ജാദവ് എന്ന് പറഞ്ഞ് അയാളെ കോൺസ്പിറസി നടത്തിയ അയാളെയും വെടിവെച്ചു കൊന്നു. ഇപ്പം അറിയാൻ സാധിച്ചത്, അതായത് പാകിസ്ഥാൻ്റെ ഒരു മീഡിയ സുഹൃത്ത് പറഞ്ഞത്, ഇപ്പം ഹഫീസ് സയ്യിദിനും മറ്റേ ജെയ്ഷ് മുഹമ്മദിൻ്റെയും ദാവൂദ് ഇബ്രാഹിനും ഒക്കെ അവിടെ താമസിക്കുന്നിടത്ത് മാറ്റി എപ്പോഴും തട്ടിപ്പോന്ന് പറയാൻ പറ്റത്തില്ല. ഇവരെ കൊണ്ട് പട്ടാള ക്യാമ്പിനകത്ത് പ്രത്യേക സുരക്ഷാ വലയത്തിൽ താമസിപ്പിച്ചേക്കുക. അതിനുവേണ്ടി പാകിസ്ഥാൻ ഗവൺമെൻറ് മിനിമം ചെലവാക്കുന്നത്, പട്ടിണി രാജ്യമായ പാകിസ്ഥാൻ ഗവൺമെൻറ് ഈ ഭീകരന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പോലീസും മറ്റുള്ള സെക്യൂരിറ്റിക്കും വേണ്ടി ചിലവാകുന്ന ഹ്യൂജ് എമൗണ്ടാണ്. പല ആൾക്കാരുമുണ്ട്. ഏതായാലും അവിടെ നിൽക്കട്ടെ, അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. അതായത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ രീതിയിൽ ഭരണം പോവുകയാണെങ്കിൽ ഇവനൊന്നും കൂടുതൽ നാൾ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില വാഷിങ്ടൺ പോസ്റ്റിലും മറ്റു പത്രങ്ങളൊക്കെ റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇന്ത്യൻ ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഏജൻറ്റ്സ് എന്ന് പറയത്തില്ല. കാരണം പിന്നീട് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തപ്പോഴെല്ലാം ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ സിറ്റിസനാണ്. ഇവരെല്ലാം ബലൂച്ചുകാരും പാകിസ്ഥാൻ താലിബാനിലും പെഷവാറിലും ലാഹോറിലുള്ളവരാണ്. അതായത് പാകിസ്ഥാനകത്ത് ഒരു രഹസ്യ, അതായത് അതിനകത്ത് തന്നെ അടിയുണ്ട്, ഏത് സമയത്ത് അടി ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ ഗ്രൂപ്പുകൾ പല ഭാഗത്തും പല സിറ്റികളിലും ഉണ്ടായി. അതായത് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞ ടെൻഷൻ ഏത് സമയം എസ്കലേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലോട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട രാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്ത രാജ്യം അവരുണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ കാർഗിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ബലൂച്ചിൻ്റെ ഇഷ്യൂ പറയുമ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്, ഈ ബലൂച്ച് ഏകദേശം 214 പാകിസ്ഥാൻ പട്ടാളക്കാരെ എക്സിക്യൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അവർ ഔദ്യോഗിക പ്രസ് റിലീസാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ മീഡിയ എല്ലാം അത് റിപ്പോർട്ട് ചെയ്തു. കാരണം ഔദ്യോഗികമായിട്ട് 214 പാകിസ്ഥാൻ മിലിറ്ററി. കാരണം ഞാൻ നേരത്തെ ഒരു
പല രണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇതിനകത്തൊരു മിലിറ്ററി കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഈ ജാഫർ എക്സ്പ്രസിനകത്ത്. അപ്പം റംസാനാണ് ഈ പട്ടാളക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേകം കോച്ചുകളും റിസർവേഷനുള്ള ഒരു ട്രെയിനാണ്. കാരണം ലോങ് റൂട്ടാണ് ഈ പറയുന്ന കൊറ്റ പെഷവാർ എന്ന് പറയുന്ന ഈ ബലൂച്ചിൽ നിന്ന് പോകുന്ന സംഭവം. അപ്പം ഇവിടെ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ, അതായത് ബലൂച്ച് അവിടെയുള്ള ഒരു ജേർണലിസ്റ്റുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച 1500 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇവർ ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇറക്കുന്ന പല ഈ ബലൂച്ച് തീവ്രവാദികളെന്നും പറഞ്ഞ ഇത് സംഭവമൊക്കെ ഫേക്കാണ്, മുഴുവനും ഫേക്കാണ് ഈ സംഭവം. പട്ടാളം ഇറക്കുവാണ് അവിടെ ആൾക്കാർ. ഇതായത് നമ്മൾ ഓർമ്മയില്ലയോ ഈ ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ സമയത്ത് അവരിഷ്ടം പോലെ വാട്സപ്പിലും ഇങ്ങനെ ടെലഗ്രാമിൽ ഇതേപോലെ ഒത്തിരി കള്ളത്തരങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് അടിച്ചിടുന്നു, പട്ടാളക്കാരനെ കൊല്ലുന്നു, അവർ മാപ്പ് ചോദിക്കുന്നു. ഇതേപോലെയുള്ള സംഭവം അവിടെ സ്റ്റേറ്റ് സ്പോൺസേഡായിട്ട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അവർ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ബലൂച്ച്, അതായത് ഇൻ്റർനാഷണൽ മീഡിയ വരുവാണെങ്കിൽ ഞങ്ങളിത് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴും ഇവർക്ക് അനങ്ങാൻ പറ്റിയിട്ട് വീണ്ടും അറിയാൻ സാധിക്കുന്നത് അതിന് ചുറ്റും അതിന് താഴെ ഭാഗത്തുള്ള, അതായത് നമ്മൾ ഈ ഹൈറൈസ് ഈ ട്രെയിൻ ഹൈജാക്കിൻ്റെ വളരെ സമതല ഭാഗത്തുള്ള 2 or 3 ക്യാമ്പുകൾ, അതായത് വളരെ ദൂരം മാറി, അത് മുഴുവൻ ഈ ബലൂച്ചുകാർ ചുറ്റിയേക്കുക. അതൊരു ഭാഗത്ത് നടക്കുമ്പോഴും മനസ്സിലാക്കുക പാകിസ്ഥാൻ താലിബാൻ TTP അപ്പം അവരെന്താ ചെയ്യുന്നത്, അതിനേക്കാളും തമാശ വേറെ സംഭവം നടക്കുന്നുണ്ട്. അവർ കൂടുതൽ സ്ഥലം അവിടെ ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ ഈസ്റ്റേൺ നോർത്തേൺ പ്രൊവിൻസിൽ ഏറ്റവും കൂടുതൽ അവർ ഒക്കുപ്പൈ ചെയ്യുക. അതായത് പാകിസ്ഥാൻ്റെ കയ്യിലല്ലാതായി മാറി. നിങ്ങളെ മാപ്പ് കാണാൻ മനസ്സിലായി ബലൂച്ചിൻ്റെ ഈ ഭാഗം അവിടുന്ന് ഇങ്ങോട്ട് ഒക്കുപ്പൈ ചെയ്യുന്നു, ഇവിടുത്തെ ഈ പറയുന്ന പേഷവാർ ആ ഭാഗത്തും അവിടുന്ന് ഇങ്ങോട്ട് ഒക്കുപ്പൈ ചെയ്യുന്നു. ഇതാണിപ്പം നടക്കുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാജ്യത്തിന് അവൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിമാരൊക്കെ പറയുന്നു, നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നായിട്ട് എടുക്കണം. പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ പറയുന്നു, അവർ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പറയുന്നു, മറ്റുള്ള മിനിസ്റ്റേഴ്സ് പറയുന്നു, അവരുടെ കയ്യിൽ തെളിവുണ്ട്. ഇന്ത്യൻ ഏജൻസാണ് ഈ ഓപ്പറേഷൻ ചെയ്തത് ഇവരുമായിട്ട്, അതായത് ഈ BLAക്കാരുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ സാധനം. കാരണം ഒരു സാറ്റലൈറ്റ് മുഖാന്തരം എടുത്തു, ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഏജൻസുമായിട്ട് സംസാരിക്കുന്ന അവർ ഈ അഫ്ഗാനിസ്ഥാനിലിരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് മറ്റൊരു സ്റ്റേറ്റ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക, ചില ഇന്ത്യൻ ഏജൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇറാനിലിരുന്ന് ഇവർക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പം പാകിസ്ഥാൻ കംപ്ലീറ്റ് അവർക്ക് തന്നെ കൺഫ്യൂസ്ഡായി എന്താണ് സംഭവിക്കുന്നത്. അതായത് ഇതിനെക്കാട്ട് ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഏതായാലും അതിൻ്റെ ഒരു ബ്രേക്കിംഗ് ഞാൻ തന്നെയാണ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇവർ ഈ പറയുന്നത് മുഴുവനും കള്ളമാണ്. ഗ്രാഫിക്സ് വെച്ചും അവിടുത്തെ സാഹചര്യം വെച്ചും പല ആൾക്കാരെ കോട്ട് ചെയ്തും ഞാൻ 2 or 3 വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളത്തരമാണ്, ഇതുണ്ടാകാൻ സാധ്യതയില്ല, ടെറൈൻ്റെ പ്രശ്നമാണ്. ഇപ്പോഴ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മീഡിയ മുഴുവനും പാകിസ്ഥാൻ്റെ ഓരോ കള്ളത്തരങ്ങൾ ഈ ബലൂച്ചിലുള്ള അവിടെ BLAക്കാരുമായിട്ടും അവിടെ ജേർണലിസ്റ്റുമായിട്ടും കോട്ട് ചെയ്ത് അവരോരോ സ്റ്റോറികൾ അടിക്കുകയാണ്. ഇത് പാകിസ്ഥാനിൽ ആകെ ഞെട്ടലുണ്ടാക്കി. അപ്പോൾ അവരെങ്ങനെ ഇത് കാണുന്നത്? അവരിത് കാണാൻ പറ്റും, കാരണം യൂട്യൂബ് വഴി ഇതെല്ലാ ചാനലും അവിടെ കിട്ടും. ഒന്ന്. രണ്ടാമത് മറ്റുള്ള സോഴ്സിൽ കൂടി ചാനലിൻ്റെ, കാരണം പാകിസ്ഥാൻ ജനങ്ങൾ ഇന്ത്യൻ മീഡിയ നോക്കാൻ തുടങ്ങി. അതായത് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ചരിത്രമാണ്. പാകിസ്ഥാൻ മീഡിയ മുഴുവൻ അവിടെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ടെലിവിഷനല്ല, കാരണം അവർ സെൻസറിങ്. അവർ ഇപ്പോൾ കാണുന്ന ഹിന്ദി ചാനൽ മുഴുവൻ പാകിസ്ഥാനുള്ളവർ യൂട്യൂബിൽ കൂടെ കാണുക. ഒരു രാജ്യത്തിൻ്റെ ഗതികേട് മനസ്സിലാക്കി നോക്കണം. അതാണ് ആ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യൻ ചാനൽ ഓരോ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെ പിടിച്ച് ഇൻ്റർനാഷണൽ ചാനലും തുടങ്ങി. അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ് ലിറ്ററലി പെട്ടുപോയി, എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയായിപ്പോയി. കാരണം ഇവർ മുഴുവനും ബ്ലോക്ക് ചെയ്ത് ഓരോന്നും ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ലോകമാണ്, ഈ ഓരോ സാധനങ്ങൾ പറക്കാൻ തുടങ്ങി. ഇപ്പം ജനങ്ങൾക്കും ബോധ്യമായി പാകിസ്ഥാൻ ഗവൺമെൻറ് പട്ടാളം പറയുന്നത് മുഴുവനും കള്ളമാണ്. എത്രയോ ഭാഗം ഇപ്പോഴും BLAയുടെ കസ്റ്റഡിയിലാണ്.
അതിനിടയ്ക്കാണ് ഇത്ര പേര് എക്സിക്യൂഷൻ്റെ കാര്യം വന്ന് അത് പാകിസ്ഥാനിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുവാണ് ആൾക്കാർ. അതായത് ഫേസ്ബുക്കിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും അവരുടെ ഉറുദു ഭാഷയിലൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ പറന്നു കിടക്കുക. ഇപ്പം ജനങ്ങൾക്കും ബോധ്യമായി ഈ ഗവൺമെൻറ്റിനെ, ഈ പട്ടാളത്തെ കൊണ്ട് ഈ പാകിസ്ഥാൻ താലിബാനെ ആണെങ്കിലും ബലൂച്ച് BLA നേരിടാൻ പറ്റില്ല. ഈ സ്ഥിതി ഉണ്ടാക്കിയെടുത്ത് ഉറപ്പായിട്ടും ഇന്ത്യയുടെ റോള് നിർണായകമാണ്. അത്ര ശക്തമായ രീതിയിലാണ് ഇന്ത്യ അതിലിടപെട്ട്. ഇപ്പം അറിയാൻ സാധിച്ച പാകിസ്ഥാൻ ഗവൺമെൻറ് ചൈനയുമായിട്ട് ബന്ധപ്പെടുകയാണ്, ചൈനീസ് ആർമിയുമായിട്ടും. കാരണം അവർക്കും ഇവിടെ എങ്ങനെ എത്താൻ പറ്റും. കാരണം അവർക്കറിയാം ഈ ആൾക്കാരെ മുഴുവൻ അവർ എക്സിക്യൂട്ട് ചെയ്ത് കൊല്ലുമെന്നറിയാം. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിട്ടുതരാനാണ്. പക്ഷേ ഇത് ബാക്ക്ഡോർ ടോക്സ് ഒരു ഭാഗം പറയുന്നു, മറ്റൊരു ഭാഗം ഒരു ടോക്സും ഇല്ലെന്ന് പറയുന്നു. ഇവരെ മുഴുവനും കശാപ്പ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കും. അതിൻ്റെ സിവിലിയൻസ് ഒന്നും കൊല്ലപ്പെടരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എത്ര ശത്രുവാണെങ്കിലും സിവിലിയൻസിൻ്റെ അകത്ത് എന്തുവോ അവർക്ക് ഇതിൻ്റെ അകത്ത് റോളൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ക്രൂരമായിട്ട് ബലൂച്ചിനോട് പെരുമാറിയ കൂട്ടരാണ് പാകിസ്ഥാൻ ആർമി. അതിന് കണക്കിന് കിട്ടുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ്റെ കംപ്ലീറ്റ് ഇപ്പം എന്ന് പറഞ്ഞ ഇഷ്യൂ, കാശ്മീർ ഇഷ്യൂ അതില്ലാതായി, മറ്റുള്ള ഇഷ്യൂ ഇല്ലാതെ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ പ്രശ്നം ബലൂച്ചാണ്. അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ ഇൻ്റർനാഷണൽ ഫോറത്തിൽ താറടിക്കാൻ വേണ്ടി ബലൂച്ച് ഇഷ്യൂ, കാരണം ഇന്ത്യയാണ് അത് ഓപ്പറേറ്റ് ചെയ്ത്. ഏതായാലും ഞാനൊരു കാര്യത്തിൽ ഈശ്വരനോട് വളരെ നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും പാകിസ്ഥാന് തോന്നിയല്ലോ ഇന്ത്യ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമെന്ന്. അത് മതി. അത് ഈ കോൺഗ്രസിലെ മൊണ്ണകളും ഈ രാഹുൽ ഗാന്ധി ആണെങ്കിലും അവൻ്റെ നേതാക്കന്മാർക്കും ജീവിതത്തിൽ ഓർക്കാനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ സമയത്ത് എത്രമാത്രം ഇന്ത്യക്കാരെയും ഇന്ത്യൻ ജവാന്മാരെയും അതിനൊക്കെ പേ ബാക്ക്, അതായത് പകരം വീട്ടി അത് കാണിച്ചു കൊടുത്തത് മോദി സർക്കാരാണ്. അതിന് നിങ്ങൾ എന്ത് ക്രിട്ടിസൈസ് ചെയ്താലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വിചാരിച്ചു കഴിഞ്ഞാലും ഈ ഒരു യാഥാർത്ഥ്യം മറക്കരുത്. ഈ സത്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സമയത്ത് കാണിച്ച് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണ കൊടുത്ത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചു കഴിഞ്ഞപ്പോഴും ഒരു കാരണവശാലും തിരിച്ചടി കൊടുക്കാനും യഥാർത്ഥ അക്യൂസിനെ അറസ്റ്റ് ചെയ്യാനും, കാരണം ഇത് ഭയം ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ മോദി ഗവൺമെൻറ് അതിശക്തമായ നിലപാടെടുത്ത് പല തലങ്ങളിൽ കൂടെ ശത്രു രാജ്യം തവിട് പൊടിയാകുന്നതാണ് കാണുന്നത്. എല്ലാ തലത്തിലും ഒരു അവിടെ ബലൂച്ച്, ഇപ്പുറത്ത് പെഷവാർ, നോർത്ത് ഈസ്റ്റ്, നോർത്തേൺ പ്രൊവിൻസ് മുഴുവനും തീർന്നു. ഈ ഒരു സ്ഥിതിയിലോട്ട്, കാരണം എനിക്ക് ചിരി വരുന്നതിൻ്റെ കാര്യം, കാരണം ഇവിടുത്തെ ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഈ പൊളിറ്റിക്സുമായിട്ട് നോക്കുവാണെങ്കിൽ ഈ പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവരൊക്കെ എത്ര മോശമായിട്ടാണ് ഇന്ത്യയോട് പെരുമാറിയത്. അതായത് ബോംബെ അറ്റാക്ക് ആണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഡൽഹിയിലൊക്കെ ബോംബ് പൊട്ടുമ്പോഴും അപ്പം അന്നവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇന്നവർക്ക് സന്തോഷമല്ല, അവർക്ക് കരയാൻ പോലും അറിയത്തില്ല. ആ രീതിയിൽ അതിനെ ആക്കിക്കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചടി കൊടുത്താൽ മാത്രമേ ഇവരൊക്കെ പഠിക്കുകയുള്ളൂ. കാരണം ആവശ്യമുള്ളിടത്ത് തിരിച്ചടി തന്നെ കൊടുക്കും. ഇവരോട് ഒരു ടോക്സും ബൈലാറ്ററൽ ടോക്സിനൊന്നും പോയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. കാരണം അവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പവർഫുള്ളാണ്. നീ എന്നെ ഒരു ഇസ്രായേലിൻ്റെ ഒരു സ്ലോഗനുണ്ട്, ഒരു ഇസ്രായേലി കൊല്ലപ്പെട്ടാൽ 100 പാലസ്തീൻകാരെ കൊല്ലും. 1:1 എന്ന അവരുടെ ഫിലോസഫി, അവരുടെ പോളിസി. ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം കാർഗിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 1:100 മാറാൻ പോവുകയാണ്. കാരണം അത് തന്നെയാണ് ആവശ്യം. അത് കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് തന്നെ നമ്മൾ പോകണം. എന്നാൽ മാത്രമേ ഇവന്മാർ പാഠം പഠിക്കൂ. എന്നാൽ മാത്രമേ ടെററിസം അതിനൊരു വിരാമം ഉണ്ടാക്കുവാൻ സാധിക്കൂ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.